أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد وصلنا لهم القول لعلهم يتذكرون. ولقد وصلنا لهم القول لعلهم يتذكرون. الذين آتيناهم الكتاب من قبله هم به يؤمنون. وإذا يتلى عليهم قالوا آمنا به إنه الحق من ربنا إنه الحق من ربنا إنا كنا من قبله مسلمين. أولئك يؤتون أجرهم مرتين بما صبروا ويدرؤون بالحسنة السيئة ومما رزقناهم ينفقون. അപ്പോൾ നമ്മൾ പറഞ്ഞത് യഹൂദ് നസാറാക്കളായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ അവർക്ക് അറിയുന്നതും വേദഗ്രന്ഥത്തിൽ അവർക്ക് അറിയിപ്പ് കൊടുത്തതുമായ പ്രവാചകൻ വന്നപ്പോൾ ആ പ്രവാചകനെ അവർ നിഷേധിച്ചു. മുഹമ്മദ് നബിയെ അവർ നിഷേധിച്ചു. അതിനെ അല്ലാഹു തആല ആക്ഷേപിച്ചു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം വന്നപ്പോഴും ഇതിനേക്കാളും വലിയ മുഅ്ജിസത്തുകൾ, ഇതിനേക്കാളും എണ്ണം മുഅ്ജിസത്തുകൾ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഖുർആനാണ് മുഅ്ജിസത്തുള്ളത്. അടിസ്ഥാനപരമായ മുഅ്ജിസത്ത് ഖുർആനാണ്. മൂസാ നബി അലൈഹിസ്സലാം 9 മുഅ്ജിസത്തുകളുമായി വന്നു. വടി, പാമ്പ്, പിന്നെ അവരുടെ ഭക്ഷ്യവസ്തുക്കളിൽ പിന്നെ തവളകൾ കാണുന്നു. അവർക്കുള്ള ശിക്ഷകളായിട്ട് അല്ലാഹ് പല അത്ഭുതങ്ങളും മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ കാലത്ത് ഫിറഔനും അനുയായികൾക്കും കാണിച്ചു കൊടുത്ത് അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ മൂസാ നബിയോട് പ്രാർത്ഥിക്കാൻ പറയേണ്ടി വന്നു. അങ്ങനെയുള്ള പലതും കാണിച്ചു കൊടുത്തിട്ടും മൂസാ നബി അലൈഹിസ്സലാമിൽ അവർ വിശ്വസിച്ചില്ല. മുഹമ്മദ് നബി സത്യമാണ് എന്ന് അവർക്ക് അവരുടെ വേദഗ്രന്ഥത്തിൽ തന്നെ അറിഞ്ഞിട്ടും മുഹമ്മദ് നബി വന്നപ്പോൾ അവർ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. അതാണ് കഴിഞ്ഞ ഇതിൽ പഠിപ്പിച്ചത്. അതായത് 2 സിഹിർ എന്നാ പിന്നെ അവസാന ഓടൂന്ന് പറഞ്ഞത്. സിഹിറാനി തല്ലാഹറ എന്ന 2 സിഹിർ. ഒന്ന് മൂസാ നബി കുറേ സിഹിറേറ്റ് വന്നു. പിന്നീട് മുഹമ്മദ് നബി സിഹിറായിട്ടും വന്നതാണ്. അദ്ദേഹം മാരണമാണ്, അദ്ദേഹത്തിന് സത്യമില്ല എന്ന് പറഞ്ഞ് അവർ പണ്ടും ഇപ്പോഴും തള്ളിക്കളഞ്ഞു. ഉഖാലു ഇന്നാ ബികുല്ലിൻ കാഫിറൂൻ, ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളിതൊക്കെ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ നിങ്ങൾ ഒരു വേദഗ്രന്ഥം കൊണ്ടുവരി, നിങ്ങൾ പറയുന്നതാ ശരി എന്നുള്ള തെളിയിക്കുന്ന ഒരു പ്രമാണം കൊണ്ടുവരുമെന്ന് അള്ളയും പറഞ്ഞു. എന്നിട്ട് അവസാനിപ്പിച്ച കഴിഞ്ഞ ആയത്ത് അവസാനിപ്പിച്ചത് ഇതാണ്: ഫഇല്ലം യസ്തജീബൂ ലക, അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ, അതായത് ഈ ചോദിച്ചതിന് നിങ്ങൾ പറഞ്ഞതിൻ്റെ പ്രമാണം എവിടെ എന്ന് ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഇലം അന്നമാ യത്തബിഊന അഹ്വാഅഹും, അതാണ് പ്രവാചകന്മാരെ അനുസരിച്ച് പ്രവാചകന്മാരെ തള്ളിക്കളയുന്നവരും നബിമാർ പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുക്കാതെ ജീവിക്കുന്നവരും എന്നും യത്തബിഊന അഹ്വാഅഹും എന്ന ഹവയെയാണ് അവർ പിൻപറ്റുന്നത്. യത്തബിഊന അംബിയാഅഹും എന്നാണ് വേണ്ടത്. നബിമാരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. പക്ഷെ നബിമാരെയല്ല, നബിമാർ പറയാത്ത സ്വന്തം ദേഹേച്ഛകളെയാണ് പിൻപറ്റുന്നത്. ഇന്നും അന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. നബിമാരെയല്ല, നമുക്ക് നമ്മൾ തോന്നിയതിനെ പിൻപറ്റി
നമ്മൾ ജീവിക്കുന്നു. ഓരോരുത്തരും അവരവരുടേതായ ഒരു മതം പാരമ്പര്യത്തിൽ നിന്നോ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്നോ ഉണ്ടാക്കി അതാണ് പിൻപറ്റുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹ് നമ്മളോട് പറഞ്ഞത് എല്ലാവരും ഒരു പ്രവാചകൻ്റെ പിൻപറ്റി ഒരു വഴിക്ക് നടക്കാനാണ്. എന്നാൽ മനുഷ്യർ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്ന ഹവക്കനുസരിച്ച്, ഹവ എന്ന് പറഞ്ഞാൽ ഹവൻ നഫ്സാണ്, ദേഹേച്ഛകൾ അനുസരിച്ച് ജീവിക്കുന്നു. ഇത് നബി പ്രവചിച്ചതുമാണ്. ഇന്നിപ്പോൾ നമുക്കറിയാലോ പലതിലും. ഇപ്പോൾ ബിദ്അത്തുകളുടെ കാര്യത്തിലാണെങ്കിൽ ഓരോ നാട്ടുകാരും ഓരോ ബിദ്അത്താണ്. ഓരോ നാട്ടിലും ഓരോ നബിയുടെ ജന്മദിനം ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ്. നമ്മുടെ നാട്ടിലൊരു രൂപമാണെങ്കിൽ ഇവിടുന്ന് കുറച്ചപ്പുറത്ത് തമിഴ്നാട്ടിൽ പോയാൽ വേറൊരു രീതിയാണ്, അതിനപ്പുറത്ത് പോയാൽ ഉത്തരേന്ത്യയിൽ പോയാൽ വേറൊരു രീതിയാണ്. മറ്റു രാജ്യങ്ങളിൽ പാകിസ്ഥാനിലും മറ്റു രാജ്യങ്ങളിൽ അറബ് നാടുകളിൽ പലയിടത്തും ജന്മദിനം വേറെ തരത്തിലാണ്. ഇനി പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പത്തിൽ വേറെ തരത്തിലായിരുന്നു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് മീലാദ് കൊണ്ടാടിയെന്ന് നമുക്കറിയാലോ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പുതിയ പുതിയ രൂപങ്ങൾ. അതായത് ദീന് ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിലും തോന്നിയതിനനുസരിച്ച് ചെയ്യുന്നു. അത് ബിദ്അത്തിൻ്റെ കാര്യത്തിൽ. ഇനി അതൊന്നുമില്ല അല്ലാത്ത മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ കാര്യത്തിലോ ചിലർക്ക് ഇത് ശരിയാവും. അഫകുല്ലമാ ജാഅക്കും ബിമാ ലാ തഹ്വാ അൻഫുസുക്കും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പ്രവാചകൻ പറയുമ്പോൾ നിങ്ങൾ അതിനെ അഹങ്കരിക്കുകയാണോ അതിനെ തള്ളിക്കളയുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഹവ അനുസരിച്ചാൽ. ചിലർ നിസ്കാരത്തിന് വളരെ കൃത്യമാണ്, സക്കാത്തിൽ അവൻ്റെ ഹവ ശരിയാവില്ല. നിസ്കാരം വളരെ പങ്ക്ച്വലായിരിക്കും, സക്കാത്ത് കൊടുക്കുന്നിടത്ത് ഒരിക്കലും ആ പങ്ക്ച്വാലിറ്റി കാണൂല. ചിലർ ദാനധർമ്മം കൊടുക്കുന്നിടത്ത് വളരെ പങ്ക്ച്വലായിരിക്കും, എന്നാൽ ഈ ഫറദായ കാര്യങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. ചിലർക്ക് ഫറദ് ഉണ്ടാവും, സുന്നത്തിനോട് വലിയ പ്രതിപത്തി ഉണ്ടാവില്ല, അതിനെ തള്ളിക്കളയും, സുന്നത്തുകളെ തള്ളിക്കളയും. അങ്ങനെ ജീവിതത്തിൽ ഓരോ രംഗത്തും ദിക്റും തസ്ബീഹും ഒക്കെ ഉണ്ടാവും. പക്ഷേ സ്വഭാവത്തിൽ റസൂലിനെ പിൻപറ്റൂല, ഇബാദത്തിൽ റസൂലിനെ പിൻപറ്റും, സ്വഭാവത്തിൽ റസൂലിനെ പിൻപറ്റൂല. ഇങ്ങനെയൊക്കെ ഹവകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സമുദായത്തിൽ ഹവ വർദ്ധിക്കും. യഖ്റുജു മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ സമൂഹത്തിൽ ഒരു വിഭാഗം പിന്നീട് പുറത്തു വരാനുണ്ട് എന്ന്. പുറത്തു വരാനുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നീട് ഉണ്ടാവാനുണ്ട്, പുറത്ത് വരാനുണ്ട്. അഖ്വാമുൻ ഒരു വിഭാഗം, തതജാറാ ബിഹിമുൽ അഹ്വാഉ, അവരെയും കൊണ്ട് സഞ്ചരിക്കുക അവരുടെ ഹവയാണ്. എല്ലാവരും ഒരു പ്രമാണത്തിൽ പ്രവാചകനനുസരിച്ചുള്ള ആ പ്രമാണത്തിൽ ഖുർആനിലേക്ക് മടങ്ങി നബിചര്യയിലേക്ക് മടങ്ങി അത് കഴിയേണ്ട മാതിരി അനുസരിച്ച് അതിൽ ഏറ്റക്കുറവുണ്ടാവാം. അതനുസരിച്ച് ജീവിക്കുന്നതിന് പകരം ഓരോരുത്തർക്കും ഓരോരോ ഹവയാണ് ജീവിക്കാൻ. തതജാറ ബിഹിമുൽ അഹ്വാഉ, ഹവകൾ ദേഹേച്ഛകൾ അവരെയും കൊണ്ട് ചലിച്ചുകൊണ്ടിരിക്കും, എന്നിട്ട് അവരെയും കൊണ്ട് നടക്കുന്ന തതജാറ ബില ഏതുപോലെ എന്ന് പറഞ്ഞാൽ അവരെ ദേഹേച്ഛകൾ നയിക്കും എന്നുകൂടി ഉണ്ട്. തത്തജാറ ദേഹേച്ഛകൾ നയിക്കും. കമാ യത്ജാറൽ കലബു ബിസാഹിബി, കലബ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയുടെ വിഷത്തിനാണ്. കെൽബു എന്ന് പറഞ്ഞാൽ നായ, കലബ് എന്ന് പറഞ്ഞാൽ പേപ്പട്ടിയുടെ വിഷം. അപ്പോൾ പേവിഷം ഏറ്റ മനുഷ്യന് ആ പേവിഷം അവൻ്റെ ശരീരത്തിൽ എല്ലായിടത്തും പോയി ഇങ്ങനെ ചലിച്ച് അവനെ നിയന്ത്രിക്കുന്ന വേല. പേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കണ്ണും കയ്യും കാലും പല്ലും നഖവും ഒക്കെ അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കും. അതുപോലെ ഹവ പേവിഷയേറ്റ പോലെയായിരിക്കും, പേ പിടിച്ച പോലെയായിരിക്കും ദേഹേച്ഛകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ. എല്ലാവരും തോന്നിയ മാതിരി തോന്നുന്ന കാര്യങ്ങൾ ചെയ്യും. അക്രമവും തല്ലും പൊടിയും ദീനിൻ്റെ പേരിലുള്ള അടിയും പിടിയും കലഹങ്ങളും അക്രമങ്ങളും ചീത്ത വിളിക്കലുകളും ഒക്കെ നമുക്ക് എന്നും കാണാമല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് കലഹിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു തരം അവസ്ഥയുണ്ടാകും. കലബ് കുടുങ്ങിയ മാതിരി, പേവിഷം കുടുങ്ങിയ മാതിരി. എന്നിട്ട് ലാ യബ്ഖാ മിൻഹും അറഖുൻ വലാ മഫ്സലുൻ ഇല്ലാ ദഖലഹു, ആ പേവിഷം അവൻ്റെ നരമ്പോ അല്ലെങ്കിൽ അവൻ്റെ സന്ധികളിലോ ഒന്നും അത് കയറാതിരിക്കൂല. മൊത്തം അവൻ്റെ നാഡി നരമ്പ് സന്ധികളിൽ പേവിഷം കയറിയ പോലെ അവൻ്റെ ഹവ കയറും. എന്നിട്ട് പലതരത്തിലുള്ള ആചാരങ്ങളും പലതരത്തിലുള്ള രീതികളും പലതരത്തിലുള്ള ദുർവാസികളുമായി മനുഷ്യനെ ഹവ നയിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സൂക്ഷിക്കണം എന്നർത്ഥം. നമ്മളുടെ ഒരു ദേഹേച്ഛയല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ
കലാമുകളാണ്. കഴിയുന്ന മാതിരി അതനുസരിച്ച് ജീവിക്കലാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. അതാണ് ഒമാക്കാൻ റബ്ബുക്കം ഇവിടെ പിന്നെ ഫൈലം മെസ്സജീബുലക്ക ഫൈലം അന്നമായത്തബിയൗന അഹ്വാഅഹും, അവർ അവരുടെ ഹവകളെയാണ് പിൻപറ്റുന്നത്. വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദാ മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്ന് മാർഗദർശനം കിട്ടാതെ ദേഹേച്ഛയെ പിൻപറ്റിയവനേക്കാളും പിഴച്ചവൻ ആരാണ്? ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അക്രമികളെ അല്ലാഹു തആല സന്മാർഗത്തിലാക്കുകയില്ല. എന്നിട്ട് ഇനി വലഖദ് വസ്സൽനൽ ഖൗല ലഹുമുൽ ഖൗല, വസ്സൽന എന്ന് പറഞ്ഞെങ്കിൽ തുടരെ തുടരെ, വസല എന്ന് പറഞ്ഞാൽ ചേർന്നു എന്ന്. വലഖദ് വസ്സൽന ലഹുമുൽ ഖൗല, ഈ വാക്കുകൾ അവർക്ക് നാം തുടരെ തുടരെ നൽകിയിട്ടുണ്ട്. അതായത് ഖുർആനിൻ്റെ ഉപദേശങ്ങൾ തുടരെ തുടരെ നിരന്തരമായി അവർക്ക് നാം ഇറക്കി കൊടുത്തിട്ടുണ്ട്. വസൽനാല, ഒരുക്കാട് പറഞ്ഞിട്ട് പിന്നെ നീ കണ്ടോണം ജീവിച്ചോട്ടെ എന്ന് പറയല്ല, തിരിച്ചും മറിച്ചും അവർക്ക് നാം തുടരെ തുടരെ അള്ളാഹുവിൻ്റെ കലാമുകൾ, അള്ളാഹുവിൻ്റെ വാക്കുകൾ തുടർത്തിക്കൊണ്ടിരുന്നിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ആലോചിക്കാൻ വേണ്ടി. ഒരിക്കലും രണ്ടോ പ്രാവശ്യമല്ല, നിരന്തരമായി ഖുർആനിൻ്റെ താക്കീതുകൾ നോക്കുങ്ങൾ, ആവർത്തിച്ച് താക്കീതുകളാണ്. ഖുർആൻ്റെ ഉപദേശങ്ങൾ ഒരേ കാര്യം തന്നെ. നമ്മൾ ആരാധനാകർമ്മങ്ങളാവട്ടെ, വിശ്വാസകാര്യങ്ങളാവട്ടെ, നമ്മിൽ ശിർക്ക് വരുന്നതാവട്ടെ, നമ്മിൽ ഹറാമുകൾ സംഭവിക്കുന്നതാവട്ടെ, ആവർത്തിച്ച് തുടരെ തുടരെ നാം അവർക്ക് ഈ വാക്കുകൾ തുടർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്, അതിനാണ്, ചിന്തിക്കാൻ വേണ്ടിയാണ്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, എന്നാൽ നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ഒരു കൂട്ടർ, മിൻ ഖബ്ലിഹി, ഇതിൻ്റെ മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ഒരു കൂട്ടർ. ഇതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മുമ്പ് വേദഗ്രന്ഥം നൽകിയ യഹൂദ നസാറാക്കളിൽപ്പെട്ട നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നു. അവരെ അല്ലാഹു തആല അടച്ചവരെ ആക്ഷേപിക്കല്ല, യഹൂദികളെ ആക്ഷേപിക്കുകയോ നസാറാക്കളെ ആക്ഷേപിക്കുകയോ ഖുർആൻ ചെയ്യുന്നില്ല, നബിയും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് അവരിൽ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ മിൻ ഖബ്ലിഹി, ഇതിൻ്റെ മുമ്പ്, ഹും ബിഹി യുഅ്മിനൂൻ, അവർ ഈ ഖുർആനിനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അഹ്ലുൽ കിതാബുകൾ ഖുർആൻ പറയുന്നത് ശരിയാണെന്നും ഖുർആനിൻ്റെ സന്ദേശം തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും ബാക്കിയാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. മദീനയിലൊക്കെ എത്രയോ ആളുകൾ കൂട്ടമായി അഹ്ലുൽ കിതാബ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് അല്ലദീന ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലിഹി, ഇതിന് മുമ്പ് നാം ഈ വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർ, ഹും ബിഹി യുഅ്മിനൂൻ, അവർ അതിൽ വിശ്വസിക്കുന്നു. വൈദാ യുത്ലാ അലൈഹിം, അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, അള്ളാഹുവിൻ്റെ ആയത്ത് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ആമന്നാ ബിഹി, ഞങ്ങളിത് വിശ്വസിച്ചിരിക്കുന്നു, ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഇത് ഞങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സത്യം തന്നെയാണ്. ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ, ഇതിൻ്റെ മുമ്പ് തന്നെ ഞങ്ങൾ മുസ്ലിങ്ങളായി ജീവിച്ചിരുന്നു. അതായത് മൂസാ നബിയുടെ കാലത്തും ഈസാ നബിയുടെ കാലത്തും അവരിറക്കി തന്ന ഖുർആനിൽ ഞാൻ വിശ്വസിച്ച് മുസ്ലിമായി ജീവിച്ചിരുന്നു. ഇപ്പോഴും ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾക്കിത് സത്യമാണ് എന്നറിയാം. ഖുർആനിൽ ധാരാളമായ ആയത്തുകൾ ഇവർ ഈ തരത്തിലുള്ള ഇവരുടെ വാദഗതികൾ, അതായത് ഇവർ സത്യസന്ധമായി വൈദാസമയവും മാ ഉൻസില ഇല റസൂലി തറാ അയ്യുനഹും തഫീളു മിനൽ ദംഇ, അവരുടെ കണ്ണുകൾ ഒലിപ്പിച്ചിരുന്നു. റസൂലിനെ ഇറക്കിക്കൊടുത്ത ഖുർആൻ കേൾക്കുമ്പോൾ അവർ കരഞ്ഞിരുന്നു. നബിയുടെ അടുക്കൽ പല നസാറാക്കളും യഹൂദുകളും വന്ന് ഖുർആൻ കേൾക്കുകയും അവർ കരഞ്ഞു വിളിച്ച് ഞങ്ങളിത് സത്യമാണെന്ന് അംഗീകരിച്ചു എന്നും പറഞ്ഞ് മടങ്ങിപ്പോയ ചരിത്രമുണ്ട്. ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ പറഞ്ഞതായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഒരുപാട് ആയത്ത് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഇത് സത്യമാണെന്ന് അഹ്ലു കിതാബുകൾ അംഗീകരിച്ച ആളുകൾ, അവരെ പറ്റിയാണ് പറയുന്നത്. വൈദാ യുത്ലാ അലൈഹിം, അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, ഖാലു ആമന്നാ ബിഹി, അവർ പറയും ഞങ്ങളിത് വിശ്വസിച്ചു. ഇന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിന, ഇത് മുസ്ലിങ്ങളല്ല ഈ പറയുന്നത്, അഹ്ലു കിതാബുകളാണ്.
ഇത് ഞങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള സത്യമാണ്. ഇന്നാ കുന്നാ മിൻ ഖബ്ലിഹി മുസ്ലിമീൻ, ഞങ്ങൾ ഇതിന് മുമ്പ് തന്നെ മുസ്ലിങ്ങളായിട്ടുള്ളവരായിരുന്നു എന്ന് അവർ പറയും. അതായത് ഞങ്ങൾ നേരത്തെ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു, മുഹമ്മദ് നബിയിൽ വരുന്ന മുഹമ്മദ് നബിയിലും ഞങ്ങൾ വിശ്വസിച്ചിരുന്നു എന്ന് അവർ പറയും എന്ന് അല്ലാഹു തആല അവരിലുള്ള നല്ല ആളുകളെ പ്രശംസിച്ച് പറയാണ്. അങ്ങനെയുള്ള നല്ല ആളുകളും അതിലുണ്ടായിരുന്നു എന്ന്. പിന്നെ ഉലായിക, ആ കൂട്ടർ, യുഅ്തൗന അജ്റഹും മറത്തൈൻ, അവരുടെ പ്രതിഫലം 2 പ്രാവശ്യം അല്ലാഹു അവർക്ക് നൽകപ്പെടും. യുഅ്തൗന, അവർ നൽകപ്പെടും, അജ്റഹും, അവർക്കുള്ള പ്രതിഫലം, മറത്തൈൻ, 2 പ്രാവശ്യം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, അഹ്ലി കിതാബികളായിട്ടുള്ള ആളുകൾ മൂസാ നബിയിലും ഈസാ നബിയിലും വിശ്വസിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ജീവിക്കുകയും മുഹമ്മദ് നബി വന്നാൽ മുഹമ്മദ് നബിയിൽ അവർ വിശ്വസിക്കുകയും ചെയ്താൽ 2 കിഫില്, 2 ഇരട്ടി പ്രതിഫലം അവർക്കുണ്ട്. അതെ, കിഫ്ലൈൻ യൂത്തിക്കും അജ്റഹുക്കും അജ്റഹും കിഫ്ലൈനീൻ, ആ ആയത്തുകൾ ഉണ്ട് ഇതിൽ. ആ ആയത്തും ഹദീസുകളുണ്ട് ആ വിഷയത്തിൽ. ഹദീസിലുമുണ്ട് 2 പ്രാവശ്യം കിട്ടുമെന്ന്, ആയത്തുകളിലുമുണ്ട് 2 പ്രാവശ്യം കിട്ടും എന്ന സംഭവം. അതാണ് ഇബ്നു കസീർ റഹിമഹുല്ലാ. പിന്നെ കിഫ്ലൈനി മിൻ റഹ്മത്തിഹി എന്നുണ്ട്. ഇതുണ്ടല്ലോ, അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി യുഅ്മിനൂന ബിഹി. അല്ലാഹു പറയാണ്, നാം കിതാബ് നൽകിയിട്ടുള്ള ആളുകൾ, അതായത് വേദക്കാര്, യത്ലൂനഹു ഹഖ്ക തിലാവത്തിഹി, ആ ഖുർആനിനെയും അവർ കൃത്യമായി പാരായണം ചെയ്യുന്നു. ഉലൈക യുഅ്മിനൂന ബിഹി, അവർ അതിൽ വിശ്വസിക്കുന്നു. സൂറത്ത് ബഖറയിലാണ്. വഇം മിൻ അഹ്ലിൽ കിതാബി, തീർച്ചയായും അഹ്ലി കിതാബികളിലുണ്ട്, ലമൻ യുഅ്മിനു ബില്ലാഹി, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും, വമാ ഉൻസില ഇലൈക്കും, നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരും, വമാ ഉൻസില ഇലൈഹിം, അവർക്ക് ഇറക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നവരും, ഖാശിഈന ലില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്. മറ്റൊന്ന് സൂറത്ത് ഇസ്രായിൽ, ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, ഇതിൻ്റെ മുമ്പ് ഇൽമ് നൽകപ്പെട്ട, അറിവ് നൽകപ്പെട്ടിട്ടുള്ള ആളുകൾ, അഹ്ലു കിതാബ്, അവർക്കാണല്ലോ അള്ളാഹുവിങ്കൽ നിന്ന് അറിവ് നൽകിയത് ഖുർആൻ്റെ മുമ്പ്. ഇദാ യുത്ല അലൈഹിം, അവരുടെ മേൽ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, യഖിറൂന ലിൽ അദ്ഖാനി സുജദ, അവർ സുജൂദ് ചെയ്തുകൊണ്ട് വീഴും. വയഖൂലൂന, അവർ പറയും, സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫ്ഊല, ഞങ്ങളുടെ രക്ഷിതാവിന് പ്രകീർത്തനം, സ്തോത്രം, ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ വാഴ്ത, കരാറുകളൊക്കെ അത് നടപ്പിലാവുക തന്നെ ചെയ്യും. വലതജിദന്നഹും അഖറബഹും മവദ്ദതൻ ലില്ലദീന ആമനു അല്ലദീന ഖാലു ഇന്നാ നസാറ, നസാറാക്കൾ എന്ന് പറയുന്ന ആളുകൾക്കായിരിക്കും നിങ്ങളോട് കൂടുതൽ മവദ്ദത്ത് ഉണ്ടായിരിക്കുക. നബിയോട് പറയാം, നിങ്ങളോട് കൂടുതൽ സ്നേഹം ഉണ്ടാവുന്നത് നസാറാക്കൾക്കായിരിക്കും. കാരണം എന്താ? ദാലിക ബി അന്ന മിൻഹും ഖിസീസീന വറുഹ്ബാന, അവരുടെ കൂട്ടത്തിൽ റാഹിബീങ്ങൾ, പുരോഹിതന്മാരും മതപണ്ഡിതന്മാരുമുണ്ട്. വ അന്നഹും ലാ യസ്തക്ബിറൂൻ, അവർ അഹങ്കരിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ നിങ്ങളെ അംഗീകരിക്കുകയും അവർ വിശ്വസിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യും. വൈദാസമയവുമ ഉൻസില ഇല റസൂലി, റസൂലിലേക്ക് ഇറക്കപ്പെട്ടത് അവർ കേട്ടാൽ, തറാഅയ്യുനഹും തഫീളു മിനദ്ദംഇ, അവരുടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടതായി നിനക്ക് കാണാം. മിമ്മാ അറഫൂ മിനൽ ഹഖി, അവർ മനസ്സിലാക്കിയ സത്യത്തിൻ്റെ കാരണത്താൽ. യഖൂലൂന, അവർ പറയും, റബ്ബന ആമന്ന ഫക്തുബിന മാ ഷാഹിദീൻ, റബ്ബേ ഞങ്ങൾ വിശ്വസിച്ചു, നീ ഞങ്ങളെയും ഈ ഷഹാദത്തിൽ ഇതിന് സാക്ഷ്യം വഹിച്ചവരുടെ കൂട്ടത്തിൽ പെടുത്തേണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഈ അഹ്ലു കിതാബുകളിൽ നല്ല ആളുകൾ ആ നിലയ്ക്ക് ഈ ഉത്തൗന അജ്റഹും മറത്തൈൻ, 2 പ്രാവശ്യം കൂലി കിട്ടുന്ന ആളുകളുണ്ട്. നബി പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ, 3 കൂട്ടർ. നബിയുടെ ഒരു ഹദീസാണ്. അബു ആമിർ ഷായിബി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ആമിർ ഷായിബി, 3 കൂട്ടർ യുഅ്തൗന അജ്റഹും മറത്തൈൻ, അവരുടെ പ്രതിഫലം 2 പ്രാവശ്യം നൽകപ്പെടും. ഒന്ന് റജുലും മിൻ അഹ്ലിൽ കിതാബി, അഹ്ലു കിതാബികളിൽപ്പെട്ട ഒരാൾ,
റജുല് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഒരാൾ അഹ്ലു കിതാബികളിൽപ്പെട്ട ഒരാൾ ആമന ബിനബിഹി, അദ്ദേഹത്തിൻ്റെ നബിയെ കൊണ്ടത് ഈസാ നബി ആവട്ടെ മൂസാ നബി ആവട്ടെ അല്ലെങ്കിൽ ഹാറൂൻ നബി ആവട്ടെ അന്നുള്ള നബിമാർ അവൻ്റെ നബിയിൽ വിശ്വസിച്ചു. സുമ്മ ആമനബി, പിന്നെ എന്നിലും വിശ്വസിച്ചു. അപ്പോൾ അഹ്ലു കിതാബികളായി യഹൂദിയോ നസാറയോ ആയിക്കൊണ്ട് ജീവിക്കുന്ന ആൾ പിന്നീട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചു, അത് സത്യമാണെന്നറിഞ്ഞ് വിശ്വസിച്ചാൽ 2 പ്രതിഫലം കിട്ടും. ഒരു കൂട്ടർ. 2 അബ്ദും മംലൂക്കുൻ, ഒരടിമ, മറ്റൊരാളുടെ കീഴിലുള്ള ഒരടിമ, നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത ആളാണ്. അദ്ദാ ഹക്കല്ലാഹി, അള്ളാഹുവിനോടുള്ള ഹക്കും അദ്ദേഹം നിർവഹിച്ചു. വഹക്ക മവാലിഹി, യജമാനനോടുള്ള ഹക്കും നിർവഹിച്ചു. 2 കൂലി കിട്ടും. 3-മത്തെ ആൾ ഒറജുലുൻ ഖാനത്തിലഹു അമത്തുൻ, അതും നമ്മളെ ബാധിക്കൂല. ഒരടിമയുണ്ട്, അവനൊരടിമയുണ്ട്. ഫഅദ്ദബഹ, അവളെ ശരിക്കും മര്യാദക്ക് വളർത്തി. വ അഹ്സനത്ത് ദീബഹ, നല്ല ചിട്ടപ്രകാരം വളർത്തി. സുമ അഴ്ത്തഖഹ, എന്നിട്ട് അവളെ മോചിപ്പിച്ചു. ഫതസവ്വജഹ, എന്നിട്ട് അവളെ വിവാഹം കഴിച്ചു. അപ്പോൾ അടിമപ്പെണ്ണിനെ നല്ല ദീനിയായ രൂപത്തിൽ സംസ്കാരത്തോടുകൂടി വളർത്തി വലുതായപ്പോൾ അവളെ ഇത്തുക്ക് ചൊല്ലി സ്വതന്ത്രയാക്കി. എന്നിട്ടൊരു സ്വതന്ത്ര സ്ത്രീയെ വിവാഹം കഴിക്കുന്ന പോലെ വിവാഹം കഴിച്ചു. അവനും 2 കൂലിയുണ്ട്. മൻ അസ്ലമ മിൻ അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബികളിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായാൽ ഫലഹു അജ്റഹു മറത്തൈൻ, അവന് 2 പ്രാവശ്യത്തെ പ്രതിഫലം കിട്ടും. പിന്നെ അങ്ങനെ ഒരുപാട് വചനങ്ങൾ ഖുർആനിലും ഹദീസുകളിലുമായി ഇവർക്ക് 2 കൂലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതാണ് യുത്തൗന അജ്റഹും മറത്തൈൻ, അവർക്ക് 2 പ്രതിഫലം കിട്ടും. ബിമാ സബറു, അവർ ക്ഷമിച്ച് ജീവിച്ചത് കൊണ്ട്. പിന്നെ ജൂതന്മാർക്കോ? അല്ല, ജൂതന്മാർ ഉള്ള കാലത്ത് ഈസാ നബി വന്നിട്ടില്ലല്ലോ, പിന്നീടല്ല ഈസാ നബി വരുന്നത്. പിന്നെ ഈസാ നബി വന്നപ്പോൾ പിന്നെ ജൂതന്മാരെന്ത്, അവരുടെ തൗറാത്ത് കൽപ്പന പ്രകാരം ഈസാ നബിയിലും വിശ്വസിക്കണം. കാരണം ഈ തൗറാത്തിൽ അവർക്ക് കൊടുത്തിട്ടുണ്ട്, അടുത്ത പ്രവാചകൻ എല്ലാ നബിമാരും എന്നെ മാത്രം വിശ്വസിക്കണം എന്ന് പറഞ്ഞ ഒരു നബിയില്ല. ആമന്ന ബിഹി കുല്ലുമിൻ ഇന്ദി റബ്ബിന എന്നാണ് നബിമാരുടെ സന്ദേശത്തിൻ്റെ ഒരു തത്വം. എല്ലാം റബ്ബിൽ നിന്നാണ്, എല്ലാവരിലും വിശ്വസിക്കണം. യഹൂദന്മാർ ഈസാ നബി അലൈഹി സ്വലാമിനെ എന്താ പറഞ്ഞത്? വ്യഭിചാരപുത്രനാണ് എന്നല്ല പറഞ്ഞത്. അംഗീകരിച്ച് എന്നാൽ അവരെ കൂട്ടത്തിൽ നല്ല ആളുകളുണ്ട്, അവരെ കൂട്ടത്തിലും നല്ല ആളുകളുണ്ട്. നല്ല ആളുകൾക്ക് 2 പ്രതിഫലം കിട്ടും. അവർ കുറ്റം ചെയ്തു, കൊടുക്കൂല. അവർ 2ലും വിശ്വസിക്കണം. പിന്നെ മുഹമ്മദ് നബിയിലും, ഇപ്പം ഈ ഹദീസ് അനുസരിച്ച് മുഹമ്മദ് നബിയിലും വിശ്വസിക്കണം, ഈ നബിയിലും വിശ്വസിക്കണം. കാരണം ഈമാൻ പൂർത്തിയാവണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, വിശ്വാസികൾ ജീവിച്ചിരുന്ന കാലത്തുള്ള നബി, ആ എല്ലാ നബിമാരെയും അംഗീകരിക്കണം. ആമന റസൂലിൻ്റെ ഉള്ളിലുണ്ടല്ലോ അത്. എന്താണ് ആമന റസൂൽ എന്നതിൽ ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി, ഒരു മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ആർക്കടിയിലും വേർതിരിവ് കൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഏത് നബിൻ്റെ പേര് കേട്ടാലും അലൈഹിസ്സലാം എന്ന് പറയുന്നത്. എന്നാൽ വേറെ ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ അനുയായികൾ അവരുടെ നബിയല്ലാത്ത മറ്റൊരു നബിയുടെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുകയോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. അതാണ്. അപ്പോൾ അത് വിശ്വാസികളുടെ ഒരു പ്രത്യേകതയാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്ന ആ ആയത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 പ്രതിഫലം കിട്ടുന്ന ആളാണ്. ഇതിൽ 2 നമുക്ക് ബാധകമല്ല. കാരണം അടിമ നമുക്കില്ല, അടിമ സ്ത്രീയെ മോചിപ്പിച്ച് വിവാഹം കഴിക്കുന്ന സന്ദർഭമില്ല, അതുപോലെ നമ്മളെ കയ്യിൽ അടിമല്ല, അതുകൊണ്ട് അതല്ല. എന്നാൽ ഇവിടെ വിശ്വാസികൾ, ഇന്നുള്ള അഹ്ലു കിതാബ്, അവർ ഇസ്ലാമിലും കൂടിയാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ 2 പ്രതിഫലം. ഒരു പക്ഷേ നമ്മളെക്കാളും കൂടുതൽ കൂലി ഒരു ക്രിസ്ത്യാനിയോ ഒരു യഹൂദിയോ മുസ്ലിമാകുക എന്നുള്ളതല്ല, ഖുർആനിൻ്റെ സന്ദേശം അനുസരിച്ച് അള്ളാഹിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുക എന്നുള്ള ഒരു ജാതി, മാപ്പിള ജാതി പെടാനല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളൊക്കെ വിശ്വാസികളായി മുസ്ലിങ്ങളായി ജനിച്ച് വളർന്നവരെക്കാളും കൂലി അവർക്ക് അള്ളാഹു തആല കൊടുക്കും എന്നാണ് ഈ പറയുന്നത്. ബിമാ സബറു. പിന്നെ അവരുടെ ഗുണമാണ് ഇനി പറയുന്നത്. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅ
വയദ്റഊന അവർ തടുക്കും, ബിൽ ഹസനത്തി നല്ലത് കൊണ്ട് തടുക്കും, അസ്സയ്യിഅത്ത ചീത്തയെ. എപ്പോഴും വിശ്വാസിയായി കഴിഞ്ഞാൽ അവൻ്റെ ഒരു ഗുണമാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അതായത് തിന്മകൾ എന്ത് വന്നാലും തിന്മയെ നന്മകൾ കൊണ്ട് തടുക്കുക. തിന്മക്ക് തിന്മ ചെയ്യൽ. ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ടും ചീത്ത പറയും എന്നതല്ല വിശ്വാസികളുടെ സ്വഭാവമായി അള്ളാഹു പഠിപ്പിച്ചത്. നേരെ മറിച്ച് വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅത്ത തിന്മയെ നന്മ കൊണ്ട് അവർ തടുക്കും. അള്ളാഹു തആല അതിന് പറഞ്ഞത് ചില്ലറ ആൾക്കാർക്കൊന്നും സാധാരണക്കാർക്കൊന്നും അത് ചെയ്യാൻ കഴിയൂല എന്ന് സൂറത്ത് ഫുസ്സിലത്തിൽ കാണാം. ആണില്ലേ? എന്താണ് വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറൂ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സാലിഹൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിങ്കലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുക. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിമാണ് എന്ന് പറയാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വിശ്വസിച്ച് കർമ്മങ്ങൾ ചെയ്ത് കീഴ്പ്പെട്ട് ജീവിക്കുന്നവൻ എന്നാണ്. അല്ലാതെ ഞാൻ ജാതി മാറി എന്നല്ല മുസ്ലിം എന്ന് പറയുന്നത്. ഞാൻ അള്ളാഹുവിന് കീഴ്പ്പെട്ട് കൊണ്ട് ജീവിക്കുന്നവനായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് പറയാണ് പിന്നെ വലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅത്തു നല്ലതും ചീത്തയും സമമാകുകയില്ല. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ നല്ലത് കൊണ്ട് നീ ചീത്തയെ തടുക്കണം. നല്ലതും ചീത്തയും സമമാണെങ്കിൽ ഇത് 1000 ഉറുപ്യ വിലയുള്ളത് അനക്കാണ്ട് തന്നു, എൻ്റെ അടുത്തുള്ള 1000 ഉറുപ്യക്കൊക്കെ ഉണ്ട് എന്നാളാണ് എന്ന് പറയാമല്ലോ. നല്ല രണ്ടും സമമാണ് വിചാരിക്കുക. നമ്മളെ കയ്യിൽ ഒരു 1000 ഉറുപ്യ മുതൽ വിലയുള്ളൊരു സാധനം അങ്ങോട്ട് കൊടുത്താൽ 1000 ഉറുപ്യക്ക് ഇങ്ങോട്ട് തന്നു, അതാ നല്ലതും ചീത്തയും സമയം. അങ്ങനല്ല, നല്ലത് നല്ലത് തന്നെയാണ്. അത് എത്രയാണെങ്കിലും ചീത്തക്ക് സമമല്ല. അതുകൊണ്ട് ഒരാൾ ഇങ്ങോട്ട് ചീത്ത പറയുമ്പോൾ ആ ചീത്തനെന്നെ അങ്ങോട്ട് ചീത്ത പറയല്ല, നല്ലതാണ്ട് കൊടുക്കണം. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഏറ്റവും നല്ലത് കൊണ്ട് ചീത്തയെ നീ തടുക്കുക. എപ്പോഴും ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. അങ്ങനെ നീ ചീത്തയെ നന്മ കൊണ്ട് തടുത്താൽ ഏത് വലിയ ശത്രുവും നല്ല ഉറ്റ ബന്ധുവായി മാറും. വമാ യുലഖാഹാ ഇല്ലല്ലദീന സബറു അത് ക്ഷമിക്കുന്നവനല്ലാതെ ഇത് സ്വീകരിക്കാൻ കഴിയൂല എന്ന ഈ ഒരു നിലപാട്. അങ്ങനെ ചീത്ത കേട്ടിട്ട് ഞാൻ ക്ഷമിച്ച് ഇങ്ങനെ പുറത്തിരിക്കുകയാണ്. എത്ര കാലമാണ് ഈ പുറത്തിരിക്കലെന്ന് നമ്മൾ ചിന്തിക്കുക. എത്ര കാലമായി ഓനെ ചീത്തറിൽ തുടങ്ങിയിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ ക്ഷമിച്ചിരിക്കുകയാണോ എന്ന്. എന്താ പറയുക, ക്ഷമിച്ചിരിക്ക്. എന്നാലോ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം നല്ല ബന്ധുവായി മാറും എന്നെങ്കിലും ഒരിക്കൽ. അപ്പോൾ നമ്മൾ ചീത്തറുണ്ടോല ചീത്ത പറയാനും നമ്മളെ മോശമാക്കണ്ടോല മോശമാക്കാനും നമ്മളെ അപമാനിക്കുന്നവരെ അപമാനിക്കാനുമല്ല ശ്രമിക്കേണ്ടത്. ഫസ്ഫഹിസ്സഫ്ഹൽ ജമീൽ ഏറ്റവും സുന്ദരമായ ക്ഷമ നടത്തിക്കൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാനാണ്. അതാണ് വയദ്റഊന അവർ വിശ്വാസത്തിലേക്ക് വന്നാൽ വയദ്റഊന ബിൽ ഹസനത്തി സയ്യിഅത്ത സയ്യിഅത്തിനെ തിന്മയെ നന്മ കൊണ്ട് അവർ തടുക്കും എന്ന് മാത്രമല്ല ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. ഇത് യഹൂദുകളുടെ ഒരു സ്വഭാവത്തിലേക്കുള്ളൊരു സൂചനയാണ്. യഹൂദുകൾ ഏറ്റവും വലിയ പിശുക്കന്മാരും മറ്റുള്ളവരിൽ നിന്ന് പലിശ വാങ്ങി തടിച്ചു കൊഴുക്കുന്ന ആളുകളുമായിരുന്നു യഹൂദുകൾ. അവർ വലിയ പലിശയുടെ ആളുകളും സാമ്പത്തികമായി എന്ത് മറ്റുള്ളവനെ കൊന്നു കുഴിച്ചു മൂടിയാലും സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവരുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള യഹൂദികൾ. അത്ര വലിയ പണക്കൊതിയന്മാരും പിശുക്കന്മാരുമായിരുന്നു. പലിശയുടെ ഇടപാട് തന്നെ അവരാണ് ലോകത്ത് പ്രചരിപ്പിച്ചത്, തുടങ്ങി വെച്ചത്. അപ്പോൾ അവരാണ് മാറി വരുമ്പോൾ ഇസ്ലാമിലേക്ക് മാറുമ്പോൾ 2 കൂലി കിട്ടും. അതോടൊപ്പം അവർക്ക് തിന്മയെ നന്മ കൊണ്ടവർ തടുക്കും. അതൊരു വല്ലാത്ത സ്വഭാവമാണ്. മൂന്നാമത്തേത് ഒമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ നാം നൽകിയതിൽ നിന്ന് അവർ ചെലവഴിക്കും. ആ ചെലവഴിക്കൽ നിർബന്ധമായ ചെലവഴിക്കലുണ്ട് പാവപ്പെട്ട ആളുകൾക്ക്. നമ്മളെ കുട്ടികൾക്കും മക്കൾക്കും ഉപ്പാക്കും ഉമ്മാക്കും നമ്മളെ സ്വന്തക്കാർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന
ആഹാര വസ്തുക്കളും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ ചെലവഴിക്കലുണ്ട്. അതും നിർബന്ധം തന്നെയാണ്. നമ്മളെ കുടുംബത്തിന് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നമ്മൾ ചെലവ് ചെയ്യുക, ഭാര്യക്കും മക്കൾക്കും നമ്മൾ ചെലവ് കൊടുക്കേണ്ട ആളുകൾക്കും അത് നിർബന്ധം തന്നെയാണ്. പക്ഷെ അത് വിഹിതമല്ല, അത് 2.5% 4.5% ഒന്നുമില്ല, അതുള്ളതൊക്കെ കൊടുക്കണം അവർക്ക്. പിന്നെ പാവങ്ങൾക്കുണ്ട് മറ്റൊന്ന്, അതും നിർബന്ധമാണ്. അതിൽ നിർബന്ധമായ സക്കാത്തുണ്ട്. അപ്പം സക്കാത്തുണ്ട്. കുടുംബത്തിലേക്കുള്ള ചില അത്താ മാ തലാഹു ഫീ ഫീ മ്രാത്തിക്ക, നിന്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം വരെ സദക്കയാണ്, ധർമ്മമാണ് എന്നാണ് നബി പഠിപ്പിച്ചത്. അങ്ങനെയൊക്കെ ചെലവഴിക്കുന്ന ആളുകൾ ഉമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അങ്ങനെ അത് ഇസ്ലാമിലേക്ക് വന്നാലുണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. ചെലവഴിക്കുക എന്നുള്ളത്, ദാനധർമ്മം ചെയ്യുക. ലോകത്ത് മറ്റു മതങ്ങളിലൊന്നും ഇത്ര കൊടുക്കണം എന്ന് പറയുന്നില്ല. എന്നാൽ ഇസ്ലാമിൽ മുസ്ലിമാണ് എങ്കിൽ ഇത്ര നീ നിൻ്റെ സമ്പത്തിൻ്റെ പാവപ്പെട്ടവർക്ക് ഇത്ര കൃത്യമായി ഇത്ര കൊടുക്കണം, ബാക്കിയുള്ളത് ചില സന്ദർഭങ്ങളിൽ നിർബന്ധമായും നീ കൊടുക്കണം. ആ ഒരു മനസ്ഥിതിയാണ് നമുക്കിന്ന് നോക്കൂ. അതാണ് ആ ഒരു മനസ്ഥിതിയാണ് ഇന്ന് നമ്മളിപ്പോൾ ഈ വയനാട് ഫണ്ടിലൊക്കെ നമ്മൾ കാണുന്നത്. എന്തൊരു ദാനധർമ്മമാണ്. എല്ലാ മനുഷ്യന്മാർ കുടുങ്ങിയപ്പോൾ അവിടെ ഹിന്ദു ആണെന്നോ മുസ്ലിം ആണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ നിരീശ്വരവാദിയൊന്നും നോക്കിയില്ല, ഒന്നായിട്ടാണ് കൊടുക്കല്ലേ. കോടികൾ കുമിഞ്ഞുകൂടുകയാണ് സമ്പത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി. അതൊരു വിശ്വാസിയിലുണ്ടാകുന്ന ഒമിമാ റസഖ്നാഹും യുൻഫിഖൂൻ, അല്ലാത്തവരും കൊടുക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസികൾക്ക് അത് നിർബന്ധമായി കൊടുക്കേണ്ട ഒരു ബാധ്യത മനസ്സിലുണ്ടായത് കൊണ്ടാണ് ഇതിങ്ങനെ വളർന്നു വരുന്നത്. ലോകത്ത് നല്ല മനസ്സുള്ളവരൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും വിശ്വാസികളുടെ മുഖമുദ്രയാണ് ദാനധർമ്മം എന്ന് പറയുന്നത്. അതവർക്ക് വരും. പിന്നെ അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന പലിശയല്ല ഇന്നത്തെ പലിശ. ഇന്ന് ഡിപ്രിസിയേഷൻ്റെ ഇതാണ്. നമ്മളിങ്ങനെ പണ്ട് 2 കൊല്ലം മുമ്പ് നമ്മളെ പിന്നെ പൈസ അവിടെ നിക്ഷേപിച്ചാൽ അന്ന് ആ പണത്തിന് ഒരു 10 ലക്ഷത്തിന് കിട്ടിയിരുന്ന 1 സെൻറ്റ് സ്ഥലം ഇന്ന് 15 സെൻറ്റ് 15 ലക്ഷം കൊടുക്കേണ്ടി വരും. അപ്പോൾ പണത്തിൻ്റെ മൂല്യം കുറയുന്നത് കൊണ്ട് നമ്മൾക്ക് പലിശയും വാങ്ങാം എന്ന് പറയുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ. അതാണ്, അത്രയേ ഉള്ളൂ. അത് ഖുർആന് വിരുദ്ധമാണെന്ന് മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്ക് ഹലാലാവാത്തത്? എന്തും ഹലാലാവില്ല. നമുക്ക് ആഗ്രഹവും നമുക്ക് താല്പര്യമുള്ളതൊക്കെ നമുക്ക് ഹലാലാവില്ല. പണ്ടത്തെ കള്ളല്ലല്ലോ, അന്ന് നേരെ ഈത്തപ്പഴം മുന്തിരിമ കണ്ടിട്ട് പീഞ്ഞുണ്ടാക്കിയാണ്ട് കുടിക്കേണ്ട സാധനമല്ലേ അന്നത്തെ കള്ള്. നമുക്ക് ഇന്ന് എന്താ ചുണ്ടുമല്ലോ പിന്നെ ചുണ്ടിനുള്ളിലൊക്കെ വെക്കുന്ന സ്റ്റാമ്പുകളും ചെറിയ പൊടികളൊക്കെ ആണല്ലോ. അപ്പം അന്നത്തെ കള്ളല്ല ഇന്നത്തെ കള്ള്. ഇന്നത്തെ ലഹരി അന്നത്തേതല്ല, അന്നത്തെ രൂപത്തിലല്ല ഇന്നത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ. നമുക്ക് എന്തും ആവാലോ. അത് നമ്മളങ്ങനെ പറയാം. അതൊക്കെ ഓരോരോ പരിഷ്കരണവാദികൾ പറയുന്നതാണ്, നമുക്ക് വിട്ടുകളയാം. പിന്നെ ഒയ്താ സമയവുല്ലഹവ, ഇനി നോക്കൂ, ഒയ്താ സമയൂ അല്ലഹവ, ഇനി അവർ കേട്ടാൽ, വിശ്വാസിയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വഭാവം പറയുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യും, അതുപോലെ തന്നെ അവർ തിന്മയെ നന്മ കൊണ്ട് തടുക്കും. ഇതാ സെമിയുൽ ലഗ്വ, ലഗ്വ് അനാവശ്യ കാര്യങ്ങൾ അവർ കേട്ടാൽ അഅ്റളൂ അൻഹു, അതിൽ നിന്നവർ പിന്തിരിയും. നമ്മളെ ഇബാദുർ റഹ്മാൻ സൂറത്ത് ഫുർഖാൻ പഠിച്ചപ്പോൾ അത് പഠിച്ചിട്ടുണ്ട്. എന്താണ്? വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമ, അനാവശ്യ കാര്യങ്ങൾ കേട്ടാൽ അതിൻ്റെ പിന്നാലെ പോവില്ല, മാന്യന്മാരായിട്ട് അതിൽ കൂടി നടന്നു പോകും. അപ്പോൾ അനാവശ്യങ്ങൾ അവിടെയുണ്ടോ? നമുക്ക് പാടില്ലാത്തതും നമുക്ക് ചെയ്യാൻ പാടില്ലാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതുമായ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിൽ നിന്ന് തിരിഞ്ഞു പോകും. അയറലൂ അന്നു, അതിൻ്റെ അർത്ഥം നമുക്ക് കളിക്കാൻ പാടില്ല, നമുക്ക് ചിരിക്കാൻ പാടില്ല, കുറച്ച് ചിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരിടത്ത് വിശ്രമിക്കാനും പറഞ്ഞ് സൗഹാർദ്ദം നടിച്ച് കളിച്ച് ചിരിക്കുന്ന സ്ഥലത്തിൽ പാടില്ല എന്നുള്ളതല്ല. നമുക്ക് ഹറാമായിട്ടുള്ള കാര്യങ്ങൾ, പറ്റാത്ത കാര്യങ്ങൾ, നമുക്ക് കാണാൻ പാടില്ലാത്ത, പറയാൻ പാടില്ലാത്ത, കേൾക്കാൻ പാടില്ലാത്ത അങ്ങനെയുള്ള വിനോദങ്ങൾ നമ്മൾ അവർ കേട്ടാൽ അയറലൂ അന്നു, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകും. മറ്റൊന്ന് ലഗ്വ് എന്ന് പറഞ്ഞെങ്കിൽ അള്ളാഹും റസൂലും പഠിപ്പിച്ചതല്ലാത്ത കാര്യങ്ങൾ, അനാവശ്യങ്ങൾ.
മനുഷ്യൻ്റെ ഇഹപര നന്മക്ക് ഗുണകരമല്ലാത്തത് എന്ത് കേട്ടാലും അയറലു അന്നു അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകും. എന്നിട്ട് വക്കാലു അവർ പറയുകയും ചെയ്യും, ലന അഴ്മാലുന ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്, വലക്കും അഴ്മാലുക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളുമുണ്ട്, സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം വരട്ടെ, ലാ നബ്തഗിൽ ജാഹിലീൻ അറിവില്ലാത്ത ആളുകളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ കുറച്ച് ആളുകൾ ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി യഹൂദികളോ നസറാക്കളോ വരുന്നു എന്നും എന്നിട്ട് ഇസ്ലാമിനെ പറ്റി അവർ നല്ലത് കേട്ട് മനസ്സിലാക്കിയപ്പോൾ അബൂജഹലിനെ പോലെയുള്ള ആളുകൾ അവിടെ ചെന്നിട്ട് ഇവരെ ചീത്ത പറഞ്ഞ് ബഹളം കൂട്ടി എന്നും നബിക്ക് അവരെ തടുക്കാൻ കഴിയില്ല, ചീത്ത പറയുന്ന മുശ്രിക്കീങ്ങളെ തടുക്കാൻ കഴിയില്ല, ഇവർക്ക് രക്ഷ നൽകാനും നബിക്കുള്ള താക്കത്തില്ല, കാരണം ആ മക്ക കാലഘട്ടത്തിലാണ്. അപ്പോൾ വളരെ പ്രയാസപ്പെട്ടു പ്രവാചകൻ. എന്നിട്ട് അവനെ ചീത്ത പറയുമ്പോൾ ഓനെ ആട്ടി പറഞ്ഞേക്കാനും വയ്യ, ഇവരെ കൈയൊഴിക്കാനും വയ്യാത്ത ഒരവസരം വന്നപ്പോഴാണ് ഇത്രയും വചനങ്ങൾ ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. എന്താണ്? ഒക്കാലു ലന അഴ്മാലുന ഞങ്ങൾക്ക് ഞങ്ങളെ അമല്, നിങ്ങൾക്ക് നിങ്ങളെ അമല്, ലാ നബി സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സലാമുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ ഒരാളിൽ നിന്ന് തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുന്ന ഒരു വാക്കാണ്. നിങ്ങൾക്ക് നല്ലത് വരട്ടെ, അതതിൻ്റെ അർത്ഥമുള്ളൂ. നിങ്ങൾക്ക് രക്ഷ കിട്ടട്ടെ, നിങ്ങൾ നന്നാവട്ടെ, നിങ്ങൾക്കല്ല പുറത്തു തരട്ടെ, നിങ്ങൾക്കല്ല ഹിദായത്ത് തരട്ടെ, നിങ്ങൾക്ക് സമാധാനം തരട്ടെ. ലാ നബ്തഗിൽ ജാഹിലീൻ ജാഹിലീങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് ജാഹിലീങ്ങളുടെ വാക്കൊന്നും കേൾക്കണ്ടെന്നും പറഞ്ഞ് തിരിഞ്ഞു പോകുന്ന ഒരു നിലപാട് അത് വിശ്വാസികളായ നമുക്ക് വേണം. അതിൽ ചേരും വേണം, അതിലുണ്ടാവും ഇതിലുണ്ടാവും, എല്ലാ മോശപ്പെട്ട കാര്യങ്ങളിലും ഉണ്ടാവും, എല്ലാ നല്ല കാര്യങ്ങളിലുണ്ടാവും. അതല്ല വേണ്ടത്, ആവശ്യമുള്ള കാര്യങ്ങളിൽ ഇടപെടുക, അതാണ് വിശ്വാസിയുടെ സ്വഭാവം. എന്നിട്ട് ഇന്നക ലാ തദ്രീ മൻ തഹ്ദീ മൻ അഹ്ബബ്ത പ്രവാചകരെ ഇന്നക താങ്കൾ ലാ തഹ്ദീ നിങ്ങൾക്ക് സന്മാർഗത്തിലാക്കാൻ കഴിയുകയില്ല. അഹ്ദായുഹുദി എന്നുള്ളത് അദായഹുദി എന്ന് പറഞ്ഞാൽ സന്മാർഗത്തിലാക്കി, സന്മാർഗത്തിൽ ചേർത്തു എന്ന. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് സന്മാർഗത്തിലാക്കാൻ കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും. നബിക്ക് തോന്നുകയാണ് എൻ്റെ മൂത്താപ്പനെയും എൻ്റെ അളാപ്പാരെയും എൻ്റെ ബാക്കിയുള്ളവരെയൊക്കെ സന്മാർഗത്തിലാക്കണം. അത് നബിക്ക് കഴിയുന്നതല്ല, അത് നബിയുടെ കയ്യിലല്ല ഹിദായത്ത്. നബിയുടെ കയ്യിലുള്ളതെന്താണ്? ഉപദേശിക്കൽ മാത്രമാണ്. നമുക്കും അത്രയേ ഉള്ളൂ. ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നീ ഉപദേശിച്ചു കൊടുക്കുക. ഇന്നമാ അൻത മുദക്കിർ, നീ ഉപദേശിച്ചു കൊടുക്കുന്നവനാണ്. അല്ലാതെ മറ്റോൻ സ്വർഗത്തിലാണ്, ഇവൻ നരകത്തിലാണ്. ഓരോരുത്തരെയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും റിക്രൂട്ട് ചെയ്ത് പ്രഖ്യാപിക്കാൻ നമുക്ക് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായിരുന്ന, ഇഷ്ടപ്പെട്ട സഹാബിയായിരുന്ന അബുസായിബ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അതാ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞപ്പോൾ നബി പറഞ്ഞു, ഫവല്ലാഹി ലാ അദ്രി മാ യുഫ്അലു ബി വലാ ബിക്കും, എന്നെക്കൊണ്ടും നിന്നെക്കൊണ്ടും അള്ളാഹ് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരാൾ സ്വർഗത്തിലേക്കാണ് നരകത്തിലേക്കാണെന്നും നമ്മൾ പ്രഖ്യാപിക്കണ്ട. നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി ചെയ്താൽ നരകത്തിലെത്തും. പലപ്പോഴും നമ്മൾ കണ്ട ആവേശം മൂത്തുകാണ്ട് ഇതൊക്കെ നരകത്തിൻ്റെ വെറും കൊള്ളിയാന്നൊക്കെയാണ് പറയുക ഓരോരുത്തരെ പറ്റി. അത് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഓലൊക്കെ സ്വർഗത്തിക്ക് തന്നെയാണ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കണ്ട. കാരണം നബിക്ക് പോലും അതിന് സാധിച്ചിട്ടില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത നബിയുടെ മൂത്താപ്പയായ അബൂ താലിബിൻ്റെ അടുക്കൽ നബി ചെന്നിട്ട് ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത് എന്ന് ഖുർആനിൽ ചരിത്രത്തിൽ കാണാം. നബിയുടെ അബൂ താലിബിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങൾ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നബിക്ക് ഇഷ്ടപ്പെട്ട ആളായിരുന്നല്ലോ അബൂ താലിബ്, അമ്മ റസൂലില്ല. അവിടെ ചെന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, യാ അമ്മി എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ല്. എപ്പോഴാണ് പറയേണ്ടത്? അവിടെ രോഗിയായി കിടങ്ങൽ ലമ്മ ഹളറത്ത് അബാ താലിബൽ വഫാത്തു, അബൂ താലിബിൻ്റെ ആ മരണാസന്ന സമയത്ത് ജാഅഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ റസൂൽ ചെല്ലുകയാണ്. കാരണം റസൂലിനെ 40 വയസ്സിൻ്റെ ശേഷവും റസൂലിനെ സംരക്ഷിച്ച് ഖുറൈശികളിൽ നിന്ന് സംരക്ഷിച്ച് നിർത്തിയത് അബൂ താലിബാണ്. അദ്ദേഹം തൗഹീദ് പറഞ്ഞപ്പോൾ, ബിംബാരാധന ഒഴിവാക്കണം എന്ന് പറഞ്ഞപ്പോൾ
മക്കാ മുശ്രിക്കുകൾ എല്ലാവരും അദ്ദേഹത്തിന് നബിയെ ഒറ്റപ്പെടുത്തണം എന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ചപ്പോൾ നാം ഓരോ മോനെ എന്ന് പറഞ്ഞ അബൂ താലിബാണ് നബിയെ കൂട്ടിക്കൊണ്ടുപോയി ഷൈബ് അബൂ താലിബിലെ കുറേ താമസിച്ചത് 2-3 വർഷം. പച്ചിലകൾ മാത്രം തിന്നുകൊണ്ടൊക്കെ താമസിക്കേണ്ട ഗതികേടുണ്ടായി. അബൂ താലിബ് നബിയെ കൈയൊഴിച്ചില്ല. അപ്പം നബിയും ആ മരണനേരത്ത് ആ മനുഷ്യനൊന്ന് വിശ്വസിച്ച് കിട്ടിയാലെന്ന് ആഗ്രഹിച്ചിട്ട് പറയാണ്. അബൂജഹലുണ്ട് നബി അവിടെ ചെന്നപ്പോൾ. ഫൗജദ ഇന്ദുഹു അബാ ജഹലുബിൻ ഹിഷാം, അബൂജഹലുണ്ട് അവിടെ. അബ്ദുല്ലാഹിബിൻ ഉമ്മയ്യത്ത് ബിനുൽ മുഗീറ, മഹാ അക്രമികളായ അബ്ദുല്ലാഹിബിൻ ഉമ്മയ്യത്ത് ഉണ്ട്. അപ്പം നബി പറഞ്ഞു, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അമ്മേ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്. കലിമത്തൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ നിങ്ങൾക്ക് സാക്ഷി പറയാം, എൻ്റെ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാണ് മരിച്ചതെന്ന് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഫഖാല അബൂജഹൽ വ അബ്ദുല്ലാഹിബിൻ ഉമയ്യും, രണ്ടാളും കൂടി പറഞ്ഞു, യാ അബാ താലിബ്, അബൂ താലിബേ അത്തർഗബു അൻ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, നിങ്ങളെ വാപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിൽ നിന്ന് നീ മാറുകയാണോ, മാറാൻ ആഗ്രഹിക്കുകയാണോ എന്ന് പറഞ്ഞപ്പോൾ ഫലം യസൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅരിളുഹ അലൈഹി, റസൂല് യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നബി പറഞ്ഞുകൊണ്ടേയിരുന്നു അയാളോട്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും അമ്മേ. അപ്പോൾ മറ്റോല് അബൂ താലിബേ നിങ്ങൾ മാറുകയാണോ അബ്ദുൽ മുത്തലിബിൻ്റെ ദീനിൽ നിന്ന്, അതായത് ഷിർക്കിൽ നിന്ന് മാറുകയാണോ എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം വയഊദാനി ലഹു ബിതിൽകൽ മഖാല, നബി ഇത് പറയുമ്പോൾ അവർ രണ്ടാളും അതും പറയും. ഹത്താ ഖാല ആഖിറു മാ ഖാൽ, അവസാനം അദ്ദേഹം പറഞ്ഞത് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിലാണ് ഞാൻ എന്നാണ്. അറിയാത്തതുകൊണ്ടല്ല, സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അള്ളാഹ് ഹിദായത്താക്കാൻ വിചാരിച്ചില്ല എന്നതുകൊണ്ടാണ്. എന്നിട്ട് നബി അവസാനം പറയാണ്, അബാ അൻ യഖൂല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ വിസമ്മതിച്ചു അദ്ദേഹം. ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലാന്ന് പറഞ്ഞു. അപ്പം നബി പറഞ്ഞു, അമ്മാ ലഅസ്തഗ്ഫിറന്ന ലക മാലം ഉൻഹ അൻക, നാ മുത്താപ്പ, എന്നോട് അള്ള വിരോധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്തോളും. നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞാൻ പറയും. കാരണം നിങ്ങൾക്കത് അറിയാത്തതല്ലല്ലോ, നേരെ മറിച്ച് ഇവലെ സമ്മർദ്ദം കൊണ്ടല്ലേ നിങ്ങൾ അബ്ദുൽ മുത്തലിബിലാണെന്നും പറഞ്ഞ് മരിച്ചു പോകുന്നത്. ഏതായാലും നിങ്ങൾ മരിച്ചാൽ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യും. അള്ളാഹിൻ്റെ കൽപ്പന എതിരായിട്ടുള്ള കൽപ്പന വന്നില്ലെങ്കിൽ ഞാൻ ഇസ്തിഗ്ഫാർ ചെയ്യാം എന്ന് നബി അദ്ദേഹത്തോടൊരു വാക്ക് കൊടുത്തു. നബി ഒന്ന് കരുതിയിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇസ്തിഗ്ഫാർ എന്ന് ഉറപ്പ് പറഞ്ഞില്ല. അള്ളാഹിൻ്റെ എതിർപ്പില്ലെങ്കിൽ ഞാൻ മാലം ഉൻഹ അൻഹൂന്ന, അള്ളാഹിൻ്റെ എതിർപ്പ് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ അള്ളാഹു തആല ആയത്തിറക്കി, ഫഅൻസലല്ലാഹു, എന്താണ്, മാ കാന ലിന്നബിയ്യി വല്ലദീന ആമനു, നബിക്കോ വിശ്വാസികൾക്കോ പാടുള്ളതല്ല അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, വലൗ കാനൂ ഉലീ ഖുർബ, അവർ അടുത്ത ബന്ധുക്കളായിരുന്നാൽ പോലും. എന്നിട്ട് പിന്നീട് വന്നതാണ് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, തീർച്ചയായും താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ, പക്ഷേ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. വഹുവ അഅലമു, അവൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ബിൽ മുഹ്തദീൻ, ഹിദായത്തിൽ ചേർന്നവരെ പറ്റി ഏറ്റവും കൂടുതൽ അള്ളാഹയാണ് അറിയാം. നിങ്ങൾക്ക് അറിയില്ല, നമുക്കിങ്ങനെ തോന്നുന്നു ഓലൊക്കെ ഹിദായത്തിലാണ്, മറ്റൊക്കെ ദലാലത്തിലും മോശം, അത് നമ്മളങ്ങനെ കണക്കാക്കണ്ട. അത് നമുക്കറിയില്ല, അത് പഠിച്ചോനെ അറിയുള്ളൂ. അള്ളാഹ് വിചാരിച്ചോലെ ഹിദായത്തിലാക്കും. നമ്മൾ വേണ്ടത് ആ ഹിദായത്തിന് വേണ്ടി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ആത്മാർത്ഥമായി ഫാത്തിഹയിലും അല്ലാത്ത സമയത്തും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹിദായത്തിൽ നിന്ന് തെറ്റാതിരിക്കാൻ ശ്രമിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത്ത് ഖൽബി അലാ ദീനിക, ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ബാധ്യത. വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. അപ്പം ഇതിൽ നമുക്കൊരു ഇതുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതാണ്, ആർക്കും ഒരാളെയും ഹിദായത്തിലേക്ക് ചേർക്കാൻ കഴിയില്ല. ഹിദായത്തിലേക്ക് വഴി കാണിക്കാൻ നമുക്കൊക്കെ കഴിയും, നമ്മളൊക്കെ ചെയ്യും വേണം. ഇതാണ് ശരിയെന്ന് പറയാം. പക്ഷെ ഒരാളെ പിടിച്ച് നീ സന്മാർഗിയാക്കുക എന്നുള്ളത് നബിക്ക് പോലും കഴിയില്ല. അത് അവരൊക്കെ അഹ്ലുൽ ഖിബ്ലയാണ്. അഹ്ലുൽ ഖിബ്ലയൊക്കെ മുസ്ലിങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ആ നിലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളാണ് പേരേക്ക് പറഞ്ഞേക്കേണ്ടി വരും.
കാരണം നമ്മൾ ആ നിക്കാവൊന്നും ശരിയാവില്ല. പിന്നെ എന്ത് കിട്ടൂല? സ്വത്ത് കിട്ടൂല, അനന്തരാവകാശം കൊടുക്കാൻ പറ്റൂല, അങ്ങോട്ട് വരാനും പറ്റൂല. അപ്പം അഹ്ലുൽ കിബിലയെ അഹ്ലുൽ കിബിലയായി കാണണം. അഹ്ലുൽ കിബിലയിൽ നിന്ന് നമ്മൾ പറയുന്ന ഖുർആൻ പറയുന്ന പിന്നെ എന്താണ് ശിർക്കായിട്ടുള്ള കാര്യങ്ങൾ, ബിദഅത്തായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് ശിർക്കാണ്, ബിദഅത്താണ്, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, നരകത്തിൽ ശാശ്വതമാകും എന്ന് പറയണം. അല്ലാതെ നിങ്ങൾ മുശ്രിക്കാണ് എന്ന് നമുക്ക് പറയാൻ പാടില്ല. ഇവിടെ ശിർക്കാണ് ചെയ്യുന്നത് എന്ന് പറയാം, മുശ്രിക്കാണ് എന്ന് പറയാൻ അല്ലാഹു തആല അഹ്ലു കിതാബികളോട് വരെ എന്താ പറഞ്ഞത്? യാ അഹ്ലൽ കിതാബി എന്ന, വേദക്കാരെ എന്നാണ്. അവിടെ നമ്മൾ കാട് കയറാൻ പാടില്ല. അഹ്ലുൽ കിബിലയായി നമ്മൾ കാണണം. എല്ലാവരും പിന്നിലും നമുക്ക് നമസ്കരിക്കാം. വ്യക്തമായ കുഫർ ഒരാളിൽ നിന്ന് കാണാത്ത കാലത്തോളം അയാൾ ഏത് വിഭാഗമാണ് നമുക്ക് നോക്കേണ്ടതില്ല. അവിടെ കാര്യം നിസ്കരിക്കുക. കാരണം ഒരു കിബിലക്ക് നിസ്കരിക്കുന്ന ആളുകളാണ്. നിസ്കരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയലാണല്ലോ. പിന്നെ ഓലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഓലപ്പം നിസ്കരിക്കണ്ട, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അതാ അഹ്ലുൽ കിബില. ഓരോരുത്തരും കണ്ട് പറഞ്ഞ് കൂടിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ലിസ്റ്റ് ഇടാണ്. ഓരോരോ നാട്ടിൽ ഇത്ര ആൾ മുസ്ലിമീങ്ങൾ, ഇത്ര ആൾ മുശ്രിക്കീങ്ങൾ, ഇത്ര ആൾ കാഫിരീങ്ങൾ എന്നാണ്. അത് നമുക്ക് പാടില്ല. അതാണ് നബിക്ക് പോലും കഴിയില്ല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. ഹിദായത്ത് കിട്ടിയവർ നമുക്കിപ്പോൾ ഇത്രയും പറയാൻ പറ്റും. ഇതാണ് സന്മാർഗം, ഇതാണ് ഖുർആനിലുള്ളത്, ഇതാണ് ഹദീസിലുള്ളത്, ഇതാണ് ഹിദായത്ത്. അത് നമുക്ക് പറയാം, അത്രയേ ഉള്ളൂ. വഖാലു, അവർ പറഞ്ഞു, ഇനി സമയമുണ്ടോ? വഖാലു ഇന്നത്തബിഇൽ ഹുദാ മഅക നുതഖത്തഫ് മിൻ അർദിനാ. വഖാലു, അവർ പറഞ്ഞു, ഇന്നത്തബിഇൽ ഹുദാ, ഞങ്ങൾ സന്മാർഗം പിമ്പറ്റിയാൽ, മഅക, നിന്റെ കൂടെ ഞങ്ങൾ ഹിദായത്ത് പിമ്പറ്റിയാൽ, നുതഖത്തഫ് മിൻ അർദിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കപ്പെടും. തഖത്തഫ എന്ന് പറഞ്ഞാൽ റാഞ്ചി കൊണ്ടുപോകപ്പെടും. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കപ്പെടും എന്ന് അവർ പറഞ്ഞു. മക്കാ മുശ്രിക്കീങ്ങൾ നബിയോട് പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞാൽ, ഞങ്ങളെങ്ങാനും നിന്നെ പിമ്പറ്റി കഴിഞ്ഞാൽ മദീനയിൽ യഹൂദികളുണ്ട്, ഓലി ഞങ്ങളെ നിൽക്കാനേക്കൂല. അപ്പുറത്ത് നസറാക്കളുണ്ട്, അവിടുത്തെ റോമക്കാരുണ്ട്, ഇവരുണ്ട്, പേർഷ്യക്കാരുണ്ട്, ഓലൊക്കെ ഞങ്ങൾക്ക് എതിരാവും, ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒന്നും അല്ലാതെയാവും നിന്നെ പിമ്പറ്റിയാൽ എന്ന് ഓരോരോ പിന്നെ ഒഴികഴിവുകളോ അല്ലെങ്കിൽ നബിയെ എന്താ പറയുക, നമ്മൾ ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് നബിയുടെയോടുള്ള അനുസരണക്കേട് പറയാണ്. നുതഖത്തഫ് മിൻ അർദിന, ഞങ്ങളുടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ തുടച്ചു നീക്കപ്പെടും എന്നാണ്. ഇന്നത്തബിഇൽ ഹുദാ, ഞങ്ങൾ ഹിദായത്ത് പിമ്പറ്റിയാൽ. അപ്പോൾ അവലം നുമക്കില്ലഹും, അവർക്ക് ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തിട്ടില്ലേ, ഹറമിനെ, ആമിനൻ, നിർഭയമായിട്ടുള്ള ഹറമിനെ. മക്കയിലെ മുശ്രിക്കുകളോട് പറഞ്ഞിട്ട്, ഈ ഹറമിലല്ല നിങ്ങൾ ജീവിക്കുന്നത്, ഈ ഹറമ് നിർഭയത്വമല്ലേ, ആ നിർഭയത്വം നിങ്ങൾക്ക് നൽകിയില്ലേ, അത് ഞാനല്ല നൽകിയത്. ഹറമിൽ വന്ന് ആരും നിങ്ങളോട് യുദ്ധം ചെയ്യുമല്ലോ, ഹറമിൽ വന്ന് നിങ്ങൾ ആക്രമിക്കില്ലല്ലോ. ഹറമൻ ആമിനൻ യുജ്ബാ ഇലൈഹി സമറാത്തു കുല്ലി ഷൈഇൻ, ആ ഹറമിലേക്ക് എല്ലാ വസ്തുവിൻ്റെയും കായ്ക്കനികൾ അതിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. നാട്ടിലുള്ള എല്ലാ കായ്ക്കനികളും ഹറമിൽ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട്. അത് പഴയ കാലം ഇബ്രാഹിം നബിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. വർസുഖ്ഹും മിനസ് സമറാത്ത്, അല്ലാഹുവേ സമറാത്ത് കൊടുക്കണേ. ആ സമറാത്ത് അന്ന് മുതൽ ഹറമിൽ എല്ലാവിധ കായ്ക്കനികളും സുഭിക്ഷമായി അവിടെ എങ്ങനെങ്കിലുമൊക്കെ ആയിട്ട് എത്തും. യാത്രക്കാരായി വരുന്നവർ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുകയും അവിടെ വെറുതെ കൊടുക്കുകയും ചെയ്തുകൊണ്ടൊക്കെ എല്ലാ സമറാത്തും അവിടെ കിട്ടും. റിസ്ഖം മില്ലതുന്ന, നമ്മുടെ അടുക്കൽ നിന്നുള്ള റിസ്ഖായിക്കൊണ്ട് എല്ലാ സമറാത്തും അവിടെ കിട്ടും. അങ്ങനെ ഒരു ഹറം നിങ്ങൾക്ക് തന്നില്ലേ. ഇനി ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹറമിൻ്റെ ഉള്ളിൽ നിങ്ങളെ തട്ടിക്കൊണ്ടുപോകും, നിങ്ങളെ റാഞ്ചിയെടുക്കും, നിങ്ങളെ തുടച്ചു നീക്കപ്പെടും എന്ന് നിങ്ങൾ എന്തിനു ഭയപ്പെടണം? വലാകിന്ന അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അധിക പേർക്കും അറിയില്ല എന്നുള്ളതാണ് വസ്തുത. അറിവില്ലായ്മയാണ് അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ബാക്കി പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ അംഗീകരിച്ച് ജീവിക്കാനും
വിശ്വാസികളായി ജീവിച്ച് മരിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.